ബുക്ക് റിവ്യൂവിൽ നമ്മൾ ഡ്രീംസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടിയുറച്ച ഒരു ഡിസയർ അല്ലെങ്കിൽ അദമ്യമായ ഒരു ആഗ്രഹം ഉണ്ടാവണം. നമ്മൾ ആലോചിക്കും, ഈ സ്വപ്നം കാണുന്നത് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ സ്വപ്നത്തിന് ഇത്ര പ്രാധാന്യമുണ്ടോ എന്ന് ചിന്തിക്കും. പിന്നെ അതിന് പല കാരണങ്ങളുണ്ട്. വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മളെ ഒരു സ്വപ്നജീവിയാവാനല്ല ആഗ്രഹിക്കുന്നത്. നമ്മളോട് എപ്പോഴും മാതാപിതാക്കളൊക്കെ പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ജീവിയായി ജീവിക്കൂ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കരുതെന്നാണ് പറയുന്നത്. ഒരിക്കലും എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളോട് പ്രാക്ടിക്കൽ ജീവിയാവാൻ പറയുന്ന, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ വ്യക്തിയാവാൻ പറയുന്നതിന് മുമ്പിട്ട് അവർക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കണം. അത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം ഈ പ്രാക്ടിക്കലായ ആക്ഷൻ പലതും ഈ സ്വപ്നം കണ്ടവരുടെ സ്വപ്നത്തിൻ്റെ ആക്ഷനുകളാണ്. നമ്മൾ ഈ ചെയ്യുന്ന പല പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസും ആരോ കണ്ട സ്വപ്നത്തിൻ്റെ ആക്ഷൻസ് മാത്രമാണ്. അത് നമ്മൾ മറന്നു പോകുന്നു. അതായത് സ്വപ്നത്തിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബുക്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പം സ്വപ്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ലോകത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ ഫെസിലിറ്റി എല്ലാം തന്നെ പണ്ടെങ്ങോ ആരോ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ പരിണിത ഫലമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കോളൂ. ഇപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുമ്പോൾ, ഞാനൊരു ഫ്രീക്വൻറ്റ് ട്രാവലറാണ്. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോവുകയും, ഞാൻ നേരത്തെ പറഞ്ഞു 10-52,000 ആളുകളെ ഇതിനകം പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കനാണ് ഏരിയയിലാണ് ഞാൻ അധികം ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ദുബായിൽ ഒരു ഫ്രീക്വൻറ്റ് വിസിറ്ററാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദുബായിൽ പോയിട്ടുള്ളവർക്കറിയാം, രാവിലെ 5 മണിക്ക് നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തുകയാണെങ്കിൽ, ദുബായ് എയർപോർട്ട് പലപ്പോഴും ആ ദുബായ് എയർപോർട്ട് എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ ആ സമഗ്രമായ ഒരു ഓപ്പറേഷൻ, അല്ല അവിടുത്തെ ആ അജിലിറ്റി എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ രാവിലത്തെ ഫ്ലൈറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 5 മണിക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ, 5-നും 6-നും ഇടയ്ക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഓരോ മിനിറ്റിലും ഓരോ ഫ്ലൈറ്റ് പറന്നു പോകുന്നതും താന്നിറങ്ങുന്നതും. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ചിന്തിച്ച് നോക്കിയോളാം, ഈ നിമിഷം ഞാൻ നിങ്ങളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഫ്ലൈറ്റുകളും അവിടുന്ന് പറന്നു പോകുന്ന ഫ്ലൈറ്റുകളും അതിനെ കണക്റ്റഡ് ആയിട്ട് ആ ദുബായ് എയർപോർട്ടിൽ നടക്കുന്ന ഓപ്പറേഷനുകളും, അതുപോലെ ആ ദുബായ് എയർപോർട്ടുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ മറ്റ് എയർപോർട്ടുകളും ആ എയർപോർട്ടുകളിൽ നടക്കുന്ന ആക്ടിവിറ്റികളും, അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റിൽ ഒരു പെർട്ടിക്കുലർ ഫ്ലൈറ്റ് എടുത്ത് ആ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന ആളുകളും അവരുടെ മനോവ്യാപാരങ്ങളും, അല്ലെങ്കിൽ എത്ര പേര് ഈ ഫ്ലൈറ്റിനെ കാത്തിരിക്കുന്നുണ്ടാവും, ഈ ഫ്ലൈറ്റ് ഇന്ന് വരണ്ട എന്നാഗ്രഹിക്കുന്ന കാമുകന്മാരുണ്ടാവും, കാരണം അവർ വേർപിരിയാൻ പോകുന്നവരുണ്ടാവും. അതുപോലെ തന്നെ എത്ര പേര് ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് വേറൊരു കോണ്ടിനെൻറ്റിലേക്ക് രോഗികളെ ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, കൊറിയറുകൾ പാക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്ത് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ദുബായ് എയർപോർട്ടിൽ രാവിലെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, എന്തുമാത്രം ഓപ്പറേഷൻസാണ് ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയുമായിട്ട് കണക്റ്റായിട്ട് നടക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചിട്ടുള്ള കാര്യം, അപ്പോൾ ഇതൊക്കെ ഉണ്ട്, ഇത്രമാത്രം വിഫലമായ ഓപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊന്ന് പുറമോട്ട് പോയി നോക്കിയാട്ടെ, ഇതൊക്കെ എവിടുന്ന് തുടങ്ങി? ആക്ച്വലി വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഒരാൾ വിചാരിച്ചു നമുക്ക് പറക്കാൻ കഴിയും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഈ ഏവിയേഷൻ ഇൻഡസ്ട്രി ഉണ്ടായത്. അന്ന് ചിലപ്പോൾ ആ മനുഷ്യർ അന്ന് പറക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചിരിച്ചിട്ടുണ്ടാവാം. അവരതിനു വേണ്ടി ബാലിശമായ പല പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ടാവാം, അത് പരാജയപ്പെട്ടിട്ടുണ്ടാകാം, വീണ്ടും പരിശ്രമിച്ചിട്ടുണ്ടാകാം, ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടാവാം. ആ ഗവേഷണങ്ങളുടെയും പരിശ്രമങ്ങളുടെയും പരാജയങ്ങളുടെയും പരിഹാസങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയൊക്കെ ഒടുവിൽ എന്ത് സംഭവിച്ചു? അത് വിമാനമായി പരിണമിച്ചു. ആ വിമാനം ഇന്ന് നമ്മുടെ ജീവിതത്തെ ഓരോരുത്തരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആണെങ്കിലും വാച്ച് ആണെങ്കിലും എല്ലാം ഒരു വിമാനം ത്രൂവായിരിക്കും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ബൃഹത്തായ ഒരു ഇൻഡസ്ട്രി തന്നെ രൂപപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഒരാൾ കണ്ട സ്വപ്നത്തിൻ്റെ പരിണിത ഫലമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം സ്വപ്നത്തിന് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം എടുത്ത് നോക്കിയോട്ടു. പണ്ടാരോ ചിന്തിച്ചു നമുക്ക് ദൂരത്തിരുന്ന് അന്യോന്യം സംവദിക്കാൻ കഴിയും, അല്ലെങ്കിൽ ദൂരത്തിരുന്ന് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടായ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ടെലികോം ഇൻഡസ്ട്രി. ഈ ടെലികോം ഇൻഡസ്ട്രിയിൽ ഇന്ന് ഈ ടെലികോം ഇൻഡസ്ട്രിയെ നമ്മൾ എടുത്ത് നോക്കിയാട്ടെ, നമ്മുടെ ഈ മൊബൈൽ ഇന്നൊരു ബാങ്കാണ്, ഈ മൊബൈൽ ഇന്നൊരു സ്കൂളാണ്, ഈ മൊബൈൽ ഇന്നൊരു TV ആണ്, ഈ മൊബൈൽ ഇന്ന് അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ എന്താണ്? ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല.
അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് എവരിത്തിങ്. ഈ ലോകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ള ആളുകൾ മാത്തമാറ്റിക്സ് പഠിച്ചവരോ മാനേജ്മെൻറ്റ് പഠിച്ചവരോ ഒക്കെ, അവരൊക്കെ വിജയിച്ചിട്ടില്ലെന്നല്ല, അവരെക്കായി ഒക്കെ ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നറിയാമോ? കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനമായിട്ട് വന്ന ഈ ടെലികമ്മ്യൂണിക്കേഷൻ തന്നെ ഒരാളിൻ്റെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടായ കാര്യമാണ്. അത് ഇന്ന് ലോകത്തിൻ്റെ ഗതിവിഗതികളെ എങ്ങനെ നിയന്ത്രിക്കുന്നു. അപ്പം സ്വപ്നങ്ങൾക്ക്, ഒരാളിൻ്റെ സ്വപ്നങ്ങൾക്ക് ഈ ലോകത്തെ മൊത്തം മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി ആയാലും ടെലികോം ഇൻഡസ്ട്രി ആയാലും ഒക്കെ. ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, ഈ നമ്മളിന്ന് നമ്മുടെ ഈ സ്വപ്നങ്ങൾ ആരെങ്കിലും സ്വപ്നം കാണുന്നവർ മാത്രമേ ഈ ലോകം സൃഷ്ടിക്കുന്നുള്ളൂ. മറ്റുള്ളവർ അവരുടെ സ്വപ്നങ്ങളിൽ ജീവിക്കുകയാണ്. സാധാരണക്കാരൻ അല്ലെങ്കിൽ സക്സസ്ഫുള്ളായ വ്യക്തികളും അല്ലാത്തവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സക്സസ്ഫുള്ളായ ആളുകൾ അവർക്ക് സ്വപ്നങ്ങളുണ്ട്, മറ്റുള്ളവർ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ യൂത്ത്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ രൂഢമായ ഡീപ്പ് റൂട്ടഡായ ഒരു സ്വപ്നം ഉണ്ടാകണം. നിങ്ങളുടെ ഡിസയർ നിങ്ങൾക്ക് നേടിയെടുക്കും വരെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ, സമ്പന്നനാവണമെന്നുണ്ടെങ്കിൽ, ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടുന്ന ഘടകമാണ് ഡ്രീം എന്ന് പറയുന്നത്. ആ ഡ്രീം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അദമ്യമായ ഡിസയർ ഉണ്ടാവണം. ആ ഡിസയർ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നൊരു സ്വപ്നമാവണം. ആ സ്വപ്നത്തിന് വേണ്ടി പോകാൻ നിങ്ങൾ തയ്യാറാകണം. ആ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പരാജയങ്ങൾ വന്നേക്കാം, ആളുകൾ ചിരിച്ചേക്കാം, ഒറ്റപ്പെടുത്തിയേക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. എങ്കിലും ഒടുവിൽ ഒരു വെള്ളി വരെ ഉണ്ടാവും. നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ പാറ പൊട്ടിക്കുന്നവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പാറ പൊട്ടിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇനിഷ്യലി പാറയിലൊക്കെ നമ്മൾ ഇട്ടടിക്കും. എത്ര അടിച്ചാലും ചിലപ്പോൾ ആദ്യമൊന്നും പൊട്ടത്തില്ല. പക്ഷേ ഒരു നിമിഷം പാറ രണ്ടായി പിളർന്ന് കാണാം. ആദ്യം ദർ വോണ്ട് ബി എനി ക്രാക്സ് ആൻഡ് ചിപ്സ്, ബട്ട് ദർ വിൽ ബി എ മൊമെൻറ്റ് പാറ രണ്ടായി പിളർന്ന് മാറുന്നത് പെട്ടെന്ന് കാണാം. ഇത് പറഞ്ഞ പോലെയാണ് സ്വപ്നങ്ങൾ. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ, നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ ടൈമും എഫേർട്ടും എനർജിയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സിൽ എത്താം എന്നാണ് ചാപ്റ്റർ 1 ഈ ഡ്രീംസ് എന്ന ചാപ്റ്റർ പ്രതിപാദിക്കുന്നത്. നിങ്ങൾ ഈ ബുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ, ഈ ബുക്ക് പല കോർപ്പറേറ്റുകളും ഇന്ന് അവരുടെ സെയിൽസ് ടീമിനെ കൊണ്ട് രാവിലെ വായിപ്പിക്കുന്നുണ്ട് എന്ന് എന്നോട് പലരും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വാർത്ത ഒരു ഓതർ നിലയിൽ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇത് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവാം. ഇപ്പം ഡിവോഴ്സ് ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും 10-7 ഡിവോഴ്സെങ്കിലും നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന കപ്പിൾസ്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിൽ സ്ട്രെസ്സ് ഫേസ് ചെയ്യുന്നവർ, ജോബിലൊക്കെ സ്ട്രെസ്സ് ഫേസ് ചെയ്യുന്നവർ, അതുപോലെ സ്റ്റുഡൻസ്, സിവിൽ സർവീസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, അങ്ങനെ പലരും ഇന്ന് ഈ ബുക്ക് വായിക്കുകയും അവർക്ക് പ്രചോദനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത്, ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമല്ല, പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഉറപ്പാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഇതൊരു സിമ്പിൾ ഐഡിയ ആണ്. റീഡിങ് എ ബുക്ക്, നിങ്ങൾ ഒരു 30 മിനിറ്റ്, ഏതാണ്ട് വരും സെഷനുകളിൽ ലീഡർഷിപ്പ് ടോക്കിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ 30 മിനിറ്റ് വായിക്കുന്നത് ഒരു സ്വഭാവമാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഒരു സേയിങ് ഉണ്ട്, നിങ്ങൾ ഇന്ന് വായിക്കുന്ന പുസ്തകങ്ങളും നിങ്ങൾ ഇന്ന് ഇടപെടുന്ന വ്യക്തികളും ആരെന്ന് നോക്കിയാൽ അത് നോക്കി പറയാൻ പറ്റും 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എവിടെ ഇരിക്കുമെന്ന്, നിങ്ങളുടെ കണ്ടീഷൻ എന്തായിരിക്കുമെന്ന്, നിങ്ങളുടെ പ്രോസ്പെരിറ്റി ഏത് നിലയിലായിരിക്കുമെന്ന് ഇതിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വായിക്കുന്ന ബുക്കും, നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയയും, നിങ്ങൾ കാണുന്ന ചാനലുകളും, നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ ഇടപെടുന്ന വ്യക്തികളെയും നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വ്യക്തി 5 വർഷം കഴിഞ്ഞ് എവിടെ ഇരിക്കുമെന്ന്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ എന്തുതരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്താൽ, അത് സാമ്പത്തിക പ്രശ്നം ആയിക്കോട്ടെ, ഫാമിലി ഇഷ്യൂസ് ആയിക്കൊള്ളട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിക്കൊള്ളട്ടെ, എഡ്യൂക്കേഷണൽ സ്ട്രെസ് ആയിക്കോട്ടെ, ടീച്ചിങ് ആയിട്ട്, എസ്പെഷ്യലി ടീച്ചേഴ്സൊക്കെ തീർച്ചയായിട്ടും ഈ ബുക്ക് വായിച്ചിരിക്കണം. കുട്ടികളൊക്കെ പല കൊച്ചിയിലെ ഒരു സ്കൂൾ തന്നെ ഒരുപാട് കുട്ടികളെ കൊണ്ട് ഈ ബുക്ക് വായിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് തീർച്ചയായിട്ടും ഒരു ഓതർ നിലയിൽ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഡ്രീംസിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഡ്രീംസ് നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വപ്നം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. പാരൻസ് തീർച്ചയായിട്ടും മക്കൾക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വരും സെഷനിൽ നോക്കാം എന്തുകൊണ്ടാണ് പലർക്കും സ്വപ്നം കാണാൻ കഴിയാത്തതെന്നുള്ളത്. നമുക്ക് അടുത്ത സെഷനിൽ ചർച്ച ചെയ്യാം.